അസ്സലാമു അലൈക്കും. പെരുന്നാളൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അഫ്ലലുൽമയുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ എലമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഹുറൂഫുൽ ജർ. ഹുറൂഫുൽ ജർ ഇവിടെ ചെറിയ സ്ലൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പൊ ഹുറൂഫുൽ ജർ ഈ ഏതെങ്കിലും ഇസ്മിന്റെ ആദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഇസ്മിന്റെ അവസാനം ഏറാബ് ജറായിരിക്കും. ജർ എന്ന് പറഞ്ഞാൽ ജറിന്റെ അസല് കസ്റത്താണ്. അപ്പോ കലമിന്റെ മുമ്പ് ബി, ഉദാഹരണത്തിന് ബി എന്നൊരു ഹർഫുൽ ജർ വന്നാൽ ബിൽ കലമി, അതുപോലെ ഫിൽ മൻസിലി, അങ്ങനെയൊക്കെയാണ്. അപ്പോ ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇനി നമുക്ക് അപ്പോ ഇതാണ് ഹുറൂഫുൽ ജർ ബ്ലോക്ക് 3 ജാർ മജ്റൂർ. ഹുറൂഫുൽ ജർ ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ബാ, മിൻ, ബാ, ഫി, അല, ഇല, അൻ, മിൻ, കാഫ്, ലാമ്, വാവുൽ ഖസം, താഉൽ ഖസം. വാവുൽ ഖസം, താഉൽ ഖസം എന്നൊക്കെ പറഞ്ഞാല് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് എന്നുള്ള അർത്ഥം. വല്ലാഹി, തല്ലാഹി എന്നൊക്കെ സത്യം ചെയ്യും. തല്ലാഹിലെ അക്കീദന്ന അസ്നാമക്കും ഖുർആനിലുള്ളതാണ് തല്ലാഹി. അള്ളാഹുവിനെ തന്നെ സത്യം എന്നുള്ള അർത്ഥം വരുന്നതാണ് തല്ലാഹി. അതുപോലെ വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം. മുതു, മുന്തു, റുബ, ഹത്ത, അദ, ഹല, ഹാഷ, കൈ, മത്ത, ലാല്ല, ഇതൊക്കെയാണ് ഹുറൂഫുൽ ജർ. ഇതിൽ ചില ഹർഫുകള് മറ്റ് പല ഇതിനും ഉപയോഗിക്കുന്ന ഹർഫുകളുണ്ട്. പക്ഷെ അത് ആ സന്ദർഭം അനുസരിച്ച് വേർതിരിച്ചെടുക്കാൻ കഴിയണം നമുക്ക്. ഉദാഹരണത്തിന് എല്ലാ ബിൽ വലതു ബിൽ കുറത്തി. എല്ലാ ബിൽ വലതു കുട്ടി കളിക്കുന്നു, ബിൽ കുറത്തി പന്തുകൊണ്ട്. ദ ബോയ് ഈസ് പ്ലേയിങ് വിത്ത് ബോൾ. അതുപോലെ റക്കിബൽ മുസാഫിറു ഫിൽ ബാസി, ബസ്സിൽ കയറുന്നു. മുസാഫിർ ബസ്സിൽ കയറുന്നു, കയറി. റക്കിബ മാലിയായ ഫിയലാണ്. റക്കിബൽ മുസാഫിറു ഫിൽ ബസ്, ബസ്സിൽ കയറുന്നു. വദഅത്തുൽ ഹഖീബത്ത താവിലെത്തി, ഞാൻ ബാഗ് മേശമേൽ വെച്ചു. വദഅത്തുൽ ഹഖീബത്ത അല താവിലെത്തി. മശീത്തു മിനൽ ബൈത്തി ഇലൽ മദ്രസത്തി. മശീത്തു ഞാൻ നടന്നു, മിനൽ മദ്രസത്തി. ഇവിടെ മിന എന്നുള്ളതും ഈ ഒരു ഹർഫുൽ ജറാണ്. മിൻ, മിൻ എന്നുള്ളതും ഒരു ഹർഫുൽ ജറാണ്. അപ്പൊ ഇവിടെ ഈ സെന്റൻസിൽ 2 ഹർഫുൽ ജർ ഉണ്ട്. മശീത്തു മിനൽ ബൈത്തി. ഇവിടെ ഈ ബൈത്തിന് അവിടെ കസറത്താണ് ഉണ്ടാവുക. മിനൽ ബൈത്തി ഇലൽ മദ്രസത്തി. ഈ മദ്രസത്തി എന്നുള്ളതിന്റെ അവസാനം കസറായിരിക്കും. മിനൽ ബൈത്തി ഇലൽ മദ്രസത്തി. പിന്നെ റളിയൽ മുഅല്ലിമു അൻ ഇൻജാസിൽ തലബത്തി, അൻ ഇൻജാസി തലബത്തി ഫിൽ ഇംതിഹാനി. മുഅല്ലിമ് തൃപ്തനാണ്. ഹീസ് കണ്ടന്റ് വിത്ത് ദ സക്സസ് ഓഫ് ദ സ്റ്റുഡന്റ് ഇൻ ദ എക്സാമിനേഷൻ. റളിയൽ മുഅല്ലിമു, മുഅല്ലിമ് റാളിയാണ്, തൃപ്തനാണ്. അൻ ഇൻജാസി തലബത്തി, സ്റ്റുഡൻസിന്റെ വിജയത്തിന്മേൽ അല്ലെങ്കിൽ വിജയത്തിനെ കുറിച്ച് ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ. അൽ അത്ഫാലു കൽ വുറൂദി, കുട്ടികളെ കൽ വുറൂദി. ഉറൂദ്, ഉറൂദ് എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങള്, റോസാപുഷ്പം. കൽ വുറൂദി, പുഷ്പങ്ങളെ പോലെയാണ് കുട്ടികൾ, റോസാപുഷ്പങ്ങളെ പോലെയാണ്. ഹാനൽ വഖ്തു, സമയായി. ലിൽ ഫിറാഖി, പിരിയാനുള്ള സമയായി.
ഹാനൽ വഖത്തു ലിൽ ഫിറാഖി, പിരിയാനുള്ള സമയമായി. ഇനി അതന്നെ ഇത് ഒരു ടേബിളിൽ കൊടുത്തിരിക്കുകയാണ്. യൽഅബുൽ വലദു ബിൽ ഖുറത്തി, ബി എന്നുള്ളതാണ് ഹർഫുൽ ജർറ്, മജ്റൂറ് ഖുറത്ത്. അപ്പൊ ജാർ മജ്റൂറ് എന്ന് പറയുമ്പോ ജാറ് ആ ഹർഫും മജ്റൂറ് ഏത് ഇസ്മിന്റെ മുമ്പിലാണോ ആ ഹർഫുൽ ജർറ് എന്നുള്ളത് അത് മജ്റൂർ ആയിരിക്കും. അപ്പൊ ഇതിലൊക്കെ ഈ ഉദാഹരണത്തിലൊക്കെ അത് തന്നെ. പിന്നെ ഇനി എന്താണ് അൽ ജാറ് ഹുവ ഹർഫുൽ ജർറ്, അതിന്റെ താരീഫ്, അതിന്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന അൽ ജാറ് ഹുവ ഹർഫുൽ ജർറ്. ജാർ എന്ന് പറഞ്ഞാൽ ജറിന്റെ ഹർഫിന് ആണ് ജാർ എന്ന് പറയുന്നത്. ജാർ എന്ന് പറഞ്ഞാൽ ജറ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ്. ഇസ്മു ഫായിലാണ് ജാറ്. ഒരു മജ്റൂർ, മജ്റൂർ ഇസ്മു മഫൂലാണ്. അപ്പൊ ഈ ജാർ എന്നുള്ള പ്രവൃത്തി ഏതിന്റെ മേലാണോ സംഭവിക്കുന്നത് അതിനാണ് ഇപ്പൊ ഇവിടെ മജ്റൂർ എന്ന് പറഞ്ഞത്. അത് ഹുവൽ ഇസ്മുൽ ലദീ യഅതി ബഅദ ഹർഫിൽ ജർറ്, ജറിന്റെ ഹർഫിന് ശേഷം വരുന്ന ഇസ്മിനെയാണ് മജ്റൂർ എന്ന് പറയുന്നത്. വൽ മജ്റൂർ ഹുവൽ ഇസ്മുൽ ലദീ യഅതി ബഅദ ഹർഫിൽ ജർറ്. ഉദാഹരണം ഇസ്ദഹറത്തിൽ ഹദാറത്തു അൽ ഇസ്ലാമിയ ഫിൽ അസ്റിൽ അബ്ബാസി. ഇസ്ദഹറത്തിൽ ഹദറത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക സംസ്കാരം പുഷ്പിച്ചു. ഇസ്ദഹറ, സഹറ എന്ന് പറഞ്ഞാല് പൂവാണ്. അപ്പൊ ഇസ്ദഹറ എന്ന് പറഞ്ഞാല് പുഷ്പിച്ചു. പുഷ്പിച്ചു എന്ന് പറഞ്ഞാല് ഫ്ലറിഷ്ഡ്, ഫ്ലറിഷ്ഡ്. അൽ ഹദാറത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക സംസ്കാരം ഫിൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി ഭരണകാലത്ത് ആണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് വളർച്ച ഉണ്ടായി എന്നാണ് ഈ പറയുന്നത്. പിന്നെ യംനഹു കസീറൻ മിന ദുവലി, യംനഹു എന്ന് പറഞ്ഞാല് കൊടുക്കുന്നു. കസീറൻ മിന ദുവലി, രാഷ്ട്രങ്ങളിൽ നിന്ന് അധികം രാഷ്ട്രങ്ങളും കൊടുക്കുന്നു ജവായിസ, സമ്മാനങ്ങൾ. ഫാഹിറ, പ്രൗഢമായ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സമ്മാനങ്ങളിൽ മുബ്തഈൻ, സ്കിൽഡ് വർക്കേഴ്സിന് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് എന്നുള്ള മീനിങ് ഒക്കെയാണ് മുബ്തഈന്. പിന്നെ ഹൽ ഹസൽത അലാ ജായിസത്തിൻ ഫി ഹയാതിക, ഹൽ ഹസൽത, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ഗെറ്റ്, ഹൽ ഹസൽത, നിനക്ക് കിട്ടിയോ അലാ ജായിസത്തിൻ, സമ്മാനം. അപ്പൊ ഹസല അല എന്നുള്ള ഒരു പ്രയോഗമാണ്. ഹസല അല ജായിസത്തിൻ, സമ്മാനം കിട്ടിയോ. ഹൽ ഹസൽത അലാ ജായിസത്തിൻ ഫി ഹയാതിക, നിന്റെ ജീവിതത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ. പിന്നെ യൻദുറു ത്വാലിബു, വിദ്യാർത്ഥി നോക്കുന്നു, ഇല അനാവീനിൽ കിതാബി, കിതാബിന്റെ അഡ്രസ്സിലേക്ക്. കിതാബിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാല് ഹു ഈസ് ദ ഓദർ, വേർ ഇറ്റ് ഈസ് പ്രിന്റഡ്, എവിടെയാണോ അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്, ആരാണത്, പിന്നെ അതിന്റെ ഓദർ എന്നൊക്കെ, അതാണ് അനാവീനുൽ കിതാബ് എന്ന് പറഞ്ഞത്. വസലത്ത് റിസാലത്തുൻ, എഴുത്ത് കിട്ടി. വസലത്ത് റിസാലത്തുൻ, എഴുത്ത് കിട്ടി. ബിൽ ബരീദിൽ ഇലക്ട്രോണിക് പോസ്റ്റില്. ഇലക്ട്രോണിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമെയില്. അപ്പൊ ഇമെയിലില് ഒരു എഴുത്ത് കിട്ടി, ഒരു ഇമെയിൽ കിട്ടി എന്നുള്ള അർത്ഥം. അപ്പൊ ഇതൊക്കെയാണ് ഹുറൂഫുൽ ജർറിന്റെ ആ ലെസണിലുള്ളത്. അടുത്തത് നമുക്ക് ഹുറൂഫുൽ അത്ഫ് പഠിക്കാം അടുത്ത എപ്പിസോഡില്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിക്കാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകൾ ഇടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.